ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു നാടൻ റെസിപ്പിയാണ്. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാച്ചിലും നനകിഴങ്ങും കൂർക്ക ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കാച്ചിൽ വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. ഇത് നാടൻ ഫുഡാണ്, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ആൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. കാച്ചിൽ വെച്ചിട്ട് എങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ കിട്ടിയത് ഒരു ചെറിയ കാച്ചിലാണ്. അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല ആഴത്തിൽ തൊലി ചെത്തിയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ആഴത്തിൽ വേണം തൊലി ചെത്തിയെടുക്കാൻ. ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ച് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലൊരു വഴുവഴുപ്പ് ഉണ്ടാവും, അതുകൊണ്ട് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കാച്ചിലിട്ടിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ. കുറച്ച് വാച്ചിയെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കാച്ചിൽ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 4-5 അല്ലി ചെറുള്ളിയും 4-5 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മയത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കാച്ചിലും വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം ഊറ്റിയെടുക്കാം. കാച്ചിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1-1.5 ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടും കൂടി അതിൽ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ, ജീരകം, വെളുത്തുള്ളി കൂട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയും കൂടി കഴുകി അതിൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും വാർത്തെടുത്തതുകൊണ്ട് ഉപ്പ് കാണില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പ്, വറ്റൽമുളക് ഒരു 3 എണ്ണം, കടുക് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തിടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വറുക്കണം. തേങ്ങ നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കാച്ചിൽ എരിശ്ശേരി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു
സൈഡ് ഡിഷാണ്. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഹെൽത്തിയുമാണ്. ഇതൊരു നാടൻ ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.